ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിയിരിക്കണം എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. കുട്ടപ്പൻ പാസ്റ്റർ പ്രാർത്ഥിച്ചു, എൻ്റെ വൈറ്റുവേന മാറി, അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു എന്നതല്ല ഇതിൻ്റെ കാരണം. ഇതിൻ്റെ കാരണം നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം, അത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ രോഗസൗഖ്യം വന്നവരെ സ്നാനപ്പെടുത്തണം എന്നല്ല പറഞ്ഞത്, കടബാധ്യത മാറിയവരെ സ്നാനപ്പെടുത്തണമെന്നൊന്നും അല്ല പറഞ്ഞത്. വിശ്വസിക്കുന്നവരെ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. ഒരു വാക്യം വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് 2-ാമത്തെ വാക്യം പറയുമ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു. വായിച്ചാട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നുവെന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതിയേക്കുന്ന സഹോദരന്മാരെ എന്ന് വായിക്കുന്നത് നമ്മളോടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ എഴുതിയേക്കുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നുവെന്നും അവരെല്ലാം സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മനസ്സിലാക്കരുത്, യഹൂദനോടാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് യഹൂദൻ്റെ ബാക്കിയാണെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ കഴിയില്ല എന്നുള്ളത് ആ സാഹചര്യം. അതുകൊണ്ട് ഇവിടെ പറയുന്ന സഹോദരരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നെന്നും അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെല്ലാവരും, ഞാൻ ആഗ്രഹിക്കുന്നു, അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശയോട് ചേർന്നു. അവിടെയും പറയുന്നത് സ്നാനം ഏൽക്കണം എന്ന് പറയുന്നു. പൗലോസ് പറയുന്നു, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നാളെ എന്നത് അക്ഷരികമായി നാളെയല്ല. ഇപ്പം തിങ്കളാഴ്ച ഇരിക്കുന്നവർ വിചാരിക്കരുത് ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ച ഇരിക്കുന്നവർ വിചാരിക്കരുത് ബുധനാഴ്ച ആണെന്നോ, അങ്ങനെയല്ല. ആത്മീകമായി നാളെ. ഒരു വചനം നോക്കാം, 2 പത്രോസ് 3:11-12. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതായിരിക്കുന്നതിനാൽ നിങ്ങൾ എത്രമാത്രം വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. ദൈവ ദിവസത്തിന്റെ വരവിനായി നിങ്ങൾ കാത്തിരിക്കുകയും അതിനെ ത്വരിതപ്പെടുത്തുകയും വേണം. അന്ന് ആകാശം തീയിൽ നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ തീവ്രമായ ചൂടിനാൽ ഉരുകുകയും ചെയ്യുമല്ലോ. മറ്റേ ബൈബിൾ, എൻ്റെ ബൈബിൾ ഇങ്ങനെ എഴുതുന്നു, ഇങ്ങനെ സകലതും നശിച്ചു പോകുവാനുള്ളതാകയാൽ ദൈവത്തിൻ്റെ ദിവസത്തിനായി കാത്തിരുന്നും അതിനെ ത്വരിതപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരുമായിരിക്കണം. ആ ദിവസത്തിൽ ആകാശം അഗ്നിയാൽ നശിക്കുകയും മൂലവസ്തുക്കൾ ഉഗ്രതാപത്താൽ ഉരുകിപ്പോവുകയും ചെയ്യും. ഇത് ഒരു നാളെയെക്കുറിച്ച് സംഭവിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. ഇവിടെ എഴുതിയേക്കുന്നത് മൂലവസ്തുക്കൾ എന്ന് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ചില ബൈബിളുകളിൽ, സത്യവേദ പുസ്തകത്തിൽ മൂലപദാർത്ഥങ്ങളെന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു വസ്തുവിൻ്റെയും ഏറ്റവും മൂലപദാർത്ഥം എന്ന് പറയുന്നത് ആറ്റമാണ്. ഇപ്പം വന്ന് ഈ ആറ്റം ബോംബുകൾ ആണ് ഊർജ ആവശ്യത്തിനും യുദ്ധത്തിനും വരെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ വിവിധ രാജ്യങ്ങളായിട്ട് സംഭരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളെല്ലാം കൂടെ പൊട്ടിക്കുവാണെങ്കിൽ ഭൂമി പല പ്രാവശ്യം നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ ലോകത്തിൽ സ്റ്റോക്കുണ്ട്. ശാസ്ത്രത്തിൻ്റെ കണക്കും പ്രകാരവും പത്രങ്ങളൊക്കെ പറയുന്നതനുസരിച്ചാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ സ്റ്റോക്കുള്ളത് റഷ്യയുടെ കയ്യിലാണ്. പഴയ സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യയുടെ കയ്യിലാണ്. ഭൂമിയെ പലവട്ടം നശിപ്പിക്കാനുള്ളത് ഇതുണ്ടെന്നാണ് പറയുന്നത്. അതായത് പ്രകൃതിയിൽ നിന്ന് അതിന് പറ്റിയ മൂലകങ്ങൾ, അതായത് യുറേനിയം, റേഡിയം, തോറിയം, ഇങ്ങനെയൊക്കെ വേർതിരിച്ച് ഒരു 100 വർഷത്തിൽ താഴെ ഇതിനെ നടപ്പി വരുത്തി. എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട്. പക്ഷേ ഇത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക 2000 വർഷം മുമ്പ്. 100 വർഷത്തിൽ താഴെയാണ് ഈ ആറ്റമിക് ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചേക്കുന്നത്. പക്ഷേ 2000 വർഷം മുമ്പ് എഴുതി വെച്ചേക്കുന്നു, ആ ദിവസത്തിൽ ആകാശം അഗ്നിയാൽ നശിക്കുകയും മൂലവസ്തുക്കൾ ഉഗ്രതാപത്തിൽ ഉരുകിപ്പോവുകയും ചെയ്യും. ഇന്ന് ലോകത്തിലേക്ക്, നമ്മൾ ഭൂമിയിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. എപ്പോൾ വേണമെങ്കിലും ഇതെല്ലാം പിടിവിടാം, എപ്പോൾ വേണമെങ്കിലും പിടിവിടാം. അന്തരീക്ഷത്തിൻ്റെ ചൂട് 50 ഡിഗ്രിയിലധികം ഉയരുകയും വൈദ്യുതി, കറണ്ട് ഇല്ലാതിരിക്കുകയും
ഈ ശീതീകരണ ഉപകരണങ്ങൾ AC വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്താൽ സകലരും അവസാനിക്കും. അന്തരീക്ഷത്തിൻ്റെ ചൂട് 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ പകുതി ചൂട്. ആ ചൂടിലേക്ക് അന്തരീക്ഷത്തിൻ്റെ ചൂട് ഉയരുമ്പോൾ മനുഷ്യൻ പിടിച്ചു നിൽക്കുന്നത് ഈ എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപൂർവം ചില ആളുകൾക്ക്, ഈ ചൂടിനകത്തൂടെ നടന്ന് പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 50 ഡിഗ്രിക്ക് അധികം ചൂട് കൂടുകയും അതിനുള്ള സംവിധാനങ്ങൾ അത് നേരിടാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ സകലരും തകരും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് 50 ഡിഗ്രി ചൂടൊക്കെ സ്ഥിരമായിട്ട് നിന്നാൽ കേരളത്തിലെയൊക്കെ വൃക്ഷങ്ങൾ മുഴുവൻ കരിഞ്ഞു പോകും, പിടിച്ചു നിൽക്കുകയില്ല. 37 ഡിഗ്രി 38 ഡിഗ്രി 40 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോഴത്തേനും സർക്കാർ ഇവിടെ ഓർഡർ ഇടും, പകലിറങ്ങരുത്, പണി നടത്തരുത്, ഇത്ര മണി മുതൽ പണിയരുത്, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇടും. കാരണം പിടിച്ചു നിൽക്കുകയില്ല. 40 ഡിഗ്രിയൊക്കെ ആകുമ്പോൾ തന്നെ വശക്കടാവും. ഇനി ഗൾഫിലൊക്കെ 50 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കൂടുതൽ ജോലികളൊന്നും ആ സമയത്ത് ഈ സൂര്യപ്രകാശം ഉള്ളിടത്തല്ല ചെയ്യുന്നത്. എല്ലാവരും എയർ കണ്ടീഷനകത്തുള്ള വർക്കുകളും പിന്നെ ഈ പണിക്കാരുടെ സമയമൊക്കെ അതിനനുസരിച്ച് ചൂടിനനുസരിച്ച് ക്രമീകരിച്ചൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ചൂട് 3000 മുതൽ 5000 ഡിഗ്രി വരെയൊക്കെ ഉയർന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഇത് കാണിച്ചു തന്നു. യുദ്ധങ്ങൾ അങ്ങനെ ചൂടുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തന്നു. സാങ്കേതികമായി ഇത്രയും അഭൂതപൂർവമായി വളർന്ന ഈ കാലത്ത് നമ്മളെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഇത് കാണിച്ചു തന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. സാങ്കേതികവിദ്യ അത്രയും വലിയ ഭയങ്കര പുരോഗമോ ഒന്നും ഇല്ലാത്ത കാലത്ത് ആ സംഭവം അന്ന് അത്രയും തീക്ഷ്ണമാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്നായിരിക്കും. ഒരു ഉദാഹരണം പറയാം. ഈ റഷ്യ നിർമ്മിച്ചതാണ് ഈ ഡ്രോണുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ അടിച്ചിടുന്ന S-400 എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം. അത് ഈ സമയങ്ങളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കണ്ടവർക്കറിയാം. സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യയിൽ മേടിച്ചു. ഏതാണ്ട് 7000 കോടി രൂപ ഒരു യൂണിറ്റിന് വിലയുണ്ട്. ആ സാധനം കൊണ്ടുവന്നാണ് ഇവിടെ നമ്മൾ ഈ പ്രാവശ്യത്തെ യുദ്ധത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അടിച്ചിട്ടത്. വളരെ രസകരമായ ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നിർമ്മിച്ച് സ്വന്തമായിട്ട് കയ്യിലുള്ള രാജ്യത്തിൻ്റെ പേര് റഷ്യ എന്നാണ്. ഈ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ടാവണം. പക്ഷേ ഉക്രൈൻ വിട്ട മിസൈലുകളെല്ലാം റഷ്യയുടെ തലയിൽ വന്ന് വീണു. നല്ലൊരു ശതമാനവും വന്ന് വീണു. പക്ഷേ റഷ്യ വിറ്റ ഈ ഉപകരണം ഇന്ത്യയിൽ ഒരു മിസൈലോ ഒരു ഡ്രോണോ വീഴാൻ കഴിയാത്ത വിധം അതിവിടെ തടഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് മാന്യമായ പരിഷ്കാരങ്ങൾ റഷ്യ കൊടുത്തതിലും മാന്യമായ പരിഷ്കാരങ്ങൾ ഇന്ത്യ വരുത്തിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ റഷ്യയുടെ ഈ സംവിധാനം റഷ്യയിൽ ഉപയോഗിക്കുമ്പം അവൻ്റെ തലയിൽ മിസൈലും ഡ്രോണും എല്ലാം വന്ന് വീഴുകയും ഉക്രൈൻ വിട്ട മിസൈലും ഡ്രോണും ഒക്കെ മിക്കതും അവരുടെ തലയിൽ വന്ന് വീണു. ഇന്ത്യയിലോട്ട് വിട്ടപ്പോൾ ഒന്നും വീഴാതിരിക്കുകയും ചെയ്തെങ്കിൽ മാന്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം, ഈ 100 വർഷത്തിൽ താഴെ കണ്ടുപിടിച്ച ആയുധങ്ങൾ അത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ആ യുദ്ധകാലത്തിട്ടെങ്കിൽ അതിനുശേഷം ഇന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇതിന് എന്തേറെ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം, എന്തേറെ പവർ കൂട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആറ്റം ബോംബൊക്കെ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും, സാഹചര്യം എന്തായിരിക്കും? പക്ഷേ വചനം ഈ പത്രോസിൻ്റെ ലേഖനം എഴുതുന്ന ഏതാണ്ട് 2000-ഓളം വർഷം മുമ്പ് പറയുക, ആ ദിവസത്തിൽ ആകാശം അഗ്നിയാൽ നശിക്കുകയും മൂലവസ്തുക്കൾ ഉഗ്രതാപത്തിൽ ഉരുകിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഒരു കാലം വിദൂരമല്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഓരോ യുദ്ധങ്ങളും വരുമ്പോൾ ഇനി ഒരു 3-ാം ലോകമഹായുദ്ധം എന്നൊക്കെ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം എന്ന് നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാവും. അതിനുള്ളൊരു ചുറ്റുവട്ടമായി എപ്പോഴും ഉണ്ടായി വരുന്നത്. ഇനി അതിനകത്ത് 2 പത്രോസ് 3:13 വായിച്ചേ. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. നാമോ അവിടുത്തെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. അതായത് വചനവ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഒരുവന് ഇനി ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏതാണ്ട് എന്താണെന്നറിയാം. എന്ന് നടക്കുമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും നടക്കാൻ പോകുന്ന എന്താണെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ പറയുന്നത്, നാമോ അവിടുത്തെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവ് ഈ ഭൂമിയും ഇതെല്ലാം നശിപ്പിച്ചിട്ട്, ഈ ആകാശം എല്ലാം നശിപ്പിച്ചിട്ട് പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കും എന്ന് ദൈവവചനം പറയുന്നു. അതിനായി കാത്തിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആ 3:12 വായിച്ചേ.
ദൈവ ദിവസത്തിന്റെ വരവിനായി നിങ്ങൾ കാത്തിരിക്കുകയും അതിനെ ത്വരിതപ്പെടുത്തുകയും വേണം. അന്ന് ആകാശം തീയിൽ നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ തീവ്രമായ ചൂടിനാൽ ഉരുകുകയും ചെയ്യുമല്ലോ. അത് അതിനകത്തൊരു തർജ്ജമയ്ക്കകത്തൊരു ശകലം മിസ്റ്റേക്ക് ഉണ്ട്. എന്നാൽ അത് ഇങ്ങനെ എഴുതിയേക്കുന്നത്, നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരുമായിരിക്കണം എന്നാണ് NIV എഴുതിയിരിക്കുന്നത്. സത്യവേദ പുസ്തകത്തിലും ഏതാണ്ട് അർത്ഥത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൂലപദാർത്ഥങ്ങൾ ഉരുകുന്ന രീതിയിൽ ഭൂമിക്ക് വ്യത്യാസങ്ങൾ വരുന്ന കാലഘട്ടം വളരെ വിദൂരമല്ല. ആ കാലത്തേക്ക് നിങ്ങൾ വിശുദ്ധ ജീവിതവും ഭയഭക്തിയുള്ളവരുമായി ജീവിച്ചിരുന്നാൽ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്താൽ കർത്താവിൻ്റെ വരവിങ്കൽ അത് വളരെ പെട്ടെന്നുണ്ടാകും എന്നാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പറയുന്നത്. അതിൻ്റെ അപൂർവം ചില കാര്യങ്ങളും കൂടിയൊക്കെ നടന്നാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊന്നും ഇനി നടക്കാനില്ല. അതിനനുസരിച്ച് ഒരു സാഹചര്യത്തിലോട്ട് വന്നു കഴിയുമ്പം മൂലപദാർത്ഥങ്ങൾ ഉരുകുകയും ഇതെല്ലാം നശിക്കുകയും ഈ ആകാശവും ഭൂമിയും എല്ലാം ദൈവം നശിപ്പിക്കുകയും പുതിയൊരാകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കാനായി നമ്മൾ തുടങ്ങിയ വാക്യത്തിൽ പറയുന്നു, 1 കൊരിന്ത്യർ 10:2 പറയുന്നു, അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് അന്ന് എഴുതിയെങ്കിൽ അന്നും ഇന്നും മോശയോടല്ല ചേരേണ്ടത് ക്രിസ്തുവിനോടാണ്. ക്രിസ്തുവിനോട് ചേർന്നു എന്ന് നമുക്ക് ചില വാക്യത്തിലൂടെ പിന്നെ മുന്നോട്ട് പഠിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയും ദൈവവചന വ്യവസ്ഥയിൽ ജീവിച്ച് നിത്യത പ്രാപിക്കാനും ഈ ആകാശവും ഈ ഭൂമിയും ദൈവം നശിപ്പിക്കുമ്പോൾ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കർത്താവിനോടൊപ്പം ആയിരിക്കുവാനും കേൾക്കുന്ന ഓരോരുത്തരെയും അടിയനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തക്കവണ്ണം മനസ്സ് തിരിച്ച് മാനസാന്തരപ്പെട്ട് രൂപാന്തരം പ്രാപിക്കുവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.